Hello my dear children, welcome to another episode of our classroom. So ഇന്ന് നമ്മൾ ടൈഗർ കിങ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ മൂന്നാം ഭാഗം ലാസ്റ്റ് ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് 2 നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അത് കേട്ടതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം. എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾ വീഡിയോ കേട്ടതിന് ഗുണമുള്ളൂ. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. നമുക്ക് തേർഡ് പാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മഹാരാജാവ് 100ാമത്തെ ടൈഗറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ആങ്സൈറ്റിയിൽ നിൽക്കുകയാണല്ലേ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ്. The Maharaja's anxiety reached a fever pitch when there remained just one tiger to achieve his tally of 100. He had this one thought during the day and the same dream at night. By this time, the tiger farms had run dry even his father-in-law's kingdom. It became impossible to locate tigers anywhere. Yet only one more was needed. If he could kill just that one single beast, the Maharaja would have no fear left. He could give up tiger hunting altogether. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിനെയും കൂടി കൊന്നു കഴിഞ്ഞാൽ ഇനി ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പ്രശ്നമേ ഇല്ല, ഭയമില്ല, മരണഭയം ഉണ്ടാവില്ല. മാത്രമല്ല വർഷങ്ങളായിട്ട് മഹാരാജാവ് ഇതിൻ്റെ പിന്നാലെയാണ്. രാജ്യഭരണവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു മോചനം കിട്ടണമെങ്കിൽ ഈ ലാസ്റ്റ് ടൈഗറിനെ കൂടി കൊല്ലണം. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഫാദർ ഇൻ ലോയുടെ സ്റ്റേറ്റിൽ പോലും ഒരു ടൈഗറിനെ പോലും ഇനി കിട്ടുന്നില്ല. അവർക്കൊരു ഒരു മരുന്നിനെ പോലും ഒന്നിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് മഹാരാജ ഉള്ളത്. ലാസ്റ്റ് ടൈഗറാണ്, പക്ഷേ അതിനെ കിട്ടുന്നില്ല. ആകെ വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് മഹാരാജാവ് ഉള്ളത്. But he had to be extremely careful with that last tiger. What had the late chief astrologer said? Even എന്താണ് ലാസ്റ്റത്തെ, അതായത് ലാസ്റ്റ് ടൈഗറിൽ നല്ല കെയർഫുൾ ആവണമെന്ന് നമ്മളെ ആസ്ട്രോളജർ, അദ്ദേഹം മരിച്ചുപോയി, ലേറ്റ് ചീഫ് ആസ്ട്രോളജർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞിരുന്നത്? ഈവൻ ആഫ്റ്റർ കില്ലിംഗ് 99 ടൈഗേഴ്സ് ദ മഹാരാജ ഷുഡ് ബിവെയർ ഓഫ് ദി 100. അല്ലേ, 99 ടൈഗറിനെ കൊന്നാലും 100ാമത് യു ഹാവ് ടു ബി ബിവെയർ ഓഫ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ട്രൂ ഇനഫ്, the tiger was a savage beast after all. Of course, അല്ലേ, നമ്മൾ 100 നമ്മൾ ബിവെയർ ആകണം. ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും ടൈഗർ എന്ന് പറഞ്ഞൊരു വന്യമൃഗമാണ്. ഒരു സേവേജ് ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ബീസ്റ്റ്, അതൊരു വന്യമൃഗമാണ്, ജന്തുവാണ്. അപ്പോൾ ഓഫ് കോഴ്സ് എവ്രി വൺ ഷുഡ് ബി ബിവെയർ ഓഫ് ഇറ്റ്. അത് ഡസൻറ്റ് മാറ്റർ നിങ്ങൾ എത്രണ്ണത്തിനെ കൊന്നു എന്നുള്ളത്. അതിനെ അങ്ങോട്ട് ലഘൂകരിച്ചു നമ്മുടെ മഹാരാജാവ്. വൺ ഹാഡ് ടു ബി വാരി ഓഫ് ഇറ്റ്. But where was that 100th tiger to be found? It seemed easier to find tiger's milk than a live tiger. ജീവനുള്ളൊരു ടൈഗറിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഈസി ടു ഗെറ്റ് എ ടൈഗേഴ്സ് മിൽക്ക്, ബട്ട് ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് എ ലൈഫ് ടൈഗർ. Thus the Maharaja was sunk in gloom, but soon came the happy news which dispelled that gloom. അങ്ങനെ വിഷമിച്ച് ദുഃഖിതനായിരിക്കുമ്പോഴാണ്, ഗ്ലൂമിയായിട്ടിരിക്കുമ്പോഴാണ് ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത്. In his own state, sheep began to disappear frequently from a hillside village. It was first ascertained that this was not the work of Qadar Miyan Sahib or വീരസ്വാമി നായിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഹാപ്പി ന്യൂസ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ വില്ലേജിൽ കണ്ടിന്യൂസ് ആയിട്ട് ഷീപ്സിനെ കാണാതായിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പുലി അവിടെ കയറി പണിയുന്നുണ്ട് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവർ ദേ മേക്ക് ഷുവർ ദാറ്റ്, അവർ ഉറപ്പിച്ചിരുന്നു അത് ആരുടെ പണിയല്ല, ഖാദർ മിയാൻ സാഹിബ് ഓർ വീരസ്വാമി നായ്ക്കർ, ഇവർ രണ്ടുപേരും അല്ല അതിൻ്റെ പിന്നിലെന്ന് ഇവർ ഉറപ്പിച്ചിരുന്നു. എന്താണ് അവർക്കുള്ള പ്രത്യേകത? ബോത്ത് ഫെയിംഡ് ഫോർ ദെയർ എബിലിറ്റി ടു സ്വോളോ ഷീപ്പ് വോൾ. രണ്ടുപേരും ഒരാടിനെ കിട്ടിയാൽ അങ്ങനെ വിഴുങ്ങുന്ന ടൈപ്പ് ആൾക്കാരാണ്. അതിൽ വളരെ ഫേമസ്. അതായത് അവരടിച്ചു മാറ്റി പിന്നെ ശാപ്പാടാക്കാൻ ഇതിനെ കൊണ്ടുപോകുന്നതല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. Surely a tiger was at work. The villagers ran in to inform Maharaja. The Maharaja announced a 3-year exemption from all taxes for that village and set out
on the hunt at once. The tiger was not easy to found. അപ്പോൾ അങ്ങനെ മഹാരാജ നല്ല ഹാപ്പി ആവുകയും വില്ലേജേഴ്സിനൊക്കെ ഒരു 3 വർഷത്തെ ടാക്സ് ഫ്രീ ഒക്കെ ഒരു ഡ്യൂറേഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് കഴിഞ്ഞാൽ the tiger was not easily found. It seemed as if it had wantonly hide itself in order to float the Maharaja's will. അപ്പം ഈ പറഞ്ഞ പോലെ ഇവർ അവിടെ ലൊക്കേറ്റ് ചെയ്തു, ഹണ്ടിങ്ങിനുള്ള പുറപ്പാടൊക്കെ ചെയ്തു. പക്ഷേ ഇറ്റ് വാസൻറ്റ് ഈസി ടു ഫൈൻഡ് ദ ടൈഗറിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിരുന്നില്ല. അവർക്ക് ഒരു ടൈഗറിനെ പോലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് ലുക്ക്, അതായത് എങ്ങനെ കാണാൻ അവർക്ക് ഫീൽ ചെയ്തു, ഈ ടൈഗർ മനഃപൂർവ്വം വോണ്ടൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിബറേറ്റ്ലി ഹൈഡ് ഇറ്റ് സെൽഫ്, മൂപ്പരാൾ സ്വയം മഹാരാജാവിൻ്റെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ അതിനെ മനഃപൂർവ്വം തെറ്റിക്കണം, അല്ലെങ്കിൽ നടത്താൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു മൂഡിൽ മൂപ്പര് ഹൈഡ് ചെയ്തിരിക്കുക പോലെയാണ് തോന്നുന്നത്. The Maharaja was equally determined. He refused to leave the forest until the tiger was found. As the days passed, the Maharaja's fury and obstinacy mounted alarmingly. Many officers lost their job. മഹാരാജ അന്ന് അതേ ഡിറ്റർമിനേഷൻ തന്നെ, ഞാൻ പുലിയും കൊണ്ടേ തിരിച്ചു വരൂ എന്നുള്ള ഒരേ ദൃഢനിശ്ചയത്തിൽ ഫോറസ്റ്റിൽ അങ്ങനെ നിൽക്കണം. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ആ ഒരു എന്താ പറയുക, ആ ഒരു വാശിയും എല്ലാം കൂടി അങ്ങ് പീക്ക് അവസ്ഥയിലെത്തി. അതിൻ്റെ ഫറി ആൻഡ് ഒബ്സ്റ്റിനസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും വാശിയും എല്ലാം ഇൻക്രീസ്ഡ് അലാമിംഗ്ലി, നമുക്ക് ശരിക്കും ഭയപ്പെടുത്തുന്നതായിപ്പോയി. മെനി ഓഫീസേഴ്സ് ലോസ് ദെയർ ജോബ്, കുറേ ഓഫീസേഴ്സിനെ പിരിച്ചു വിട്ടു അദ്ദേഹം, അവരുടെ ജോലി നഷ്ടമായി. വൺ ഡേ ഈവൻ ഹിസ് റേജ് വാസ് അറ്റ് ഇറ്റ്സ് ഹൈറ്റ്. മഹാരാജ cancelled the Dewan, called the Dewan and ordered him to double the land tax forthwith. അങ്ങനെ അദ്ദേഹം അങ്ങനെ ദേഷ്യം അങ്ങനെ പീക്കിലായി നിൽക്കുന്ന സമയത്ത് ദിവാനെ വിളിക്കുകയും ഓർഡർ ചെയ്യാൻ പറയുകയും ചെയ്തു, വിളംബരം ചെയ്യാൻ പറയുകയും ചെയ്തു, എല്ലാ ടാക്സും ഡബിളാക്കിയെന്ന്. കഴിഞ്ഞില്ലേ കഥ? ഇത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടോ? ഇല്ല, അയാൾക്ക് ടൈഗറിന് കിട്ടാത്തതിന് ജനങ്ങളെ വീണ്ടും പണിഷ് ചെയ്യാൻ തീരുമാനിച്ചു. The people will become discontented, then our state too will fall a prey to the Indian national congress. ഇത് കേട്ടപ്പോൾ നമ്മുടെ ദിവാൻ മന്ത്രി പറഞ്ഞു, ഇല്ല, ഇത് പീപ്പിള് അൺസാറ്റിസ്ഫൈഡ് ആവുകയും അൺഹാപ്പി ആവുകയും അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് നഷ്ടപ്പെടും. അങ്ങനെ അവിടെ വരാൻ കാരണം ഈ കഥ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയാണ് അല്ലേ, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരുടെ അതിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജാവിന് അദ്ദേഹത്തിൻ്റെ നാട് നഷ്ടപ്പെടും. ഇൻ ദാറ്റ് കേസ് യു മേ റിസൈൻ ഫ്രം യുവർ പോസ്റ്റ് സെഡ് ദാറ്റ് കിങ്. ഓക്കെ, അപ്പോൾ നിനക്കത് പറ്റില്ലെങ്കിൽ നീയും you have to lose your job as well. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, സിംപ്ലി he has to find the tiger for him, otherwise even the minister of Dewan will lose his job. Yes, the Dewan went home convinced that if Maharaja did not find the tiger soon, the result could be catastrophic. He felt life returning to him only when he saw the tiger, which had been brought from the people's park in Madras and kept hidden in his house. അങ്ങനെ ആകെ ടെൻഷനായിട്ട് വീട്ടിൽ പോയി, ഇനി ജോലി കിട്ടിയില്ലെങ്കിൽ ടൈഗറിനെ കിട്ടിയില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലായി. അവസാനം അദ്ദേഹത്തിന് ജീവൻ നേരെ വീണത് പീപ്പിൾ പാർക്സ് ഫ്രം മദ്രാസ്, അവിടെ നിന്നൊരു ടൈഗറിനെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചതിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ ദിവാൻ മന്ത്രിയല്ലേ, തന്ത്രമുണ്ടായിരിക്കുമല്ലോ, അദ്ദേഹം ഒരു ടൈഗറിനെ മഹാരാജാവിന് വേണ്ടി സെറ്റപ്പ് ആക്കാൻ തീരുമാനിച്ചു. At midnight, when the town slept in peace, the Dewan and his aged wife dragged the tiger to the car and shoved it into the seat. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ദിവാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് ഈ ടൈഗറിനെ കാറിലേക്ക് എടുക്കുകയും, ഇനി നമുക്ക് ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോയി തട്ടണം നമ്മുടെ ടൈഗറിനെ എങ്കിൽ, കാരണം രാജാവ് എവിടെയുള്ളത്? ഫോറസ്റ്റിലാണുള്ളത്. The Dewan himself drove the car straight to the forest where the Maharaja was hunting. When they reached the forest, the tiger launched its satyagraha and refused to get out of the car. ഫോറസ്റ്റിലെത്തിയപ്പോൾ ടൈഗർ എന്ത് ചെയ്തു? രക്ഷയില്ലട്ട, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം എന്നുള്ള മൂഡിൽ ടൈഗർ ഒന്നും അനങ്ങുന്നില്ല, അവിടെ സത്യാഗ്രഹം പിടിച്ചിരിക്കുകയെന്നാണ് കൽക്കി പറയുന്നത്. The Dewan was thoroughly exhausted in his effort to hold the beast out of the car and pushed it down to the ഗ്രൗണ്ട്. അങ്ങനെ അത്യാവശ്യം മെനക്കെട്ടിട്ടാണ് കാറിൽ നിന്നും നമ്മളുടെ ഈ ടൈഗറിനെ പുറത്തേക്ക് വലിച്ച് ഇറക്കിയത്. On the following day, the same old tiger wandered into the Maharaja's presence and stood as if in humble supplication. ദേ നിൽക്കുന്നു നമ്മുടെ
ടൈഗർ നെക്സ്റ്റ് ഡേ മറ്റേ രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്. അതായത് ഈ രാജാവിനെ ഫോക്കസ് ചെയ്യാൻ പറ്റി. മാസ്റ്റർ, വാട്ട് ഡു യു കമാൻഡ് of me? It was with boundless joy that the Maharaja took careful aim at the beast. The tiger fell in crumpled heap. അങ്ങനെ നമ്മുടെ രാജാവിൻ്റെ തോക്കൻ മുനയിൽ ഈ പാവപ്പെട്ട നമ്മുടെ വൃദ്ധനായ ടൈഗർ ഒരു ഇരയെ പോലെ വന്നു നിന്നു. പാവല്ലേ, അതിനെ പാർക്കിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നതാണ്. അതിന് കാട്ടിലെ സൂത്രങ്ങളൊന്നും അറിയില്ല. ഇതിന് ശേഷം അത് എന്തോ അതാണ് ഇവിടെ അങ്ങനെ ഒരു സെൻറ്റൻസ്. മാസ്റ്റർ, വാട്ട് ഡു യു കമാൻഡ് ഓഫ് മീ? ഓക്കെ, അത് പിന്നെ പാർക്കിലെ ടൈഗറാണ്. ഓക്കെ, അപ്പം അതെന്തോ കാര്യത്തിനാണെന്ന് പാവം അത് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഹാജരാവുകയും വളരെ ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് ടൈഗറിനെ ഹണ്ട് ചെയ്യുകയും ചെയ്തു. ടൈഗർ ഫെൽ ഇൻ എ ക്രംപിൾഡ് ഹീപ്പ്. അതവിടെ ചുരുണ്ടവിടെ വീണു. ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ടി വിയിലല്ലാതെ? നായൊക്കെ അങ്ങനെ ചുരുണ്ട് വീണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. I have killed the 100th tiger. My vow has been fulfilled. The Maharaja was overcome. The elation, എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അങ്ങനെ അവസാനത്തെ 100ാമത്തെ ടൈഗറിനെ ഞാൻ കൊന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ആ ഒരു ഇത് തീർത്തിരിക്കുന്നു. ഇനി എനിക്കൊന്നും ഭയപ്പെടാനില്ല. Ordering the tiger to be brought to the capital in grand procession, the Maharaja hastened away in his car. അങ്ങനെ ഈ ഈ ടൈഗറിനെ തൂക്കിയെടുത്ത് നമ്മുടെ കാറിലേക്ക് ഇടൂ, നമുക്ക് പരേഡിൽ ഇതിനെ പ്രദർശിപ്പിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആള് കാറിൽ കയറി. After Maharaja left, the hunters went to take the closer look at the tiger. The tiger looked back at them, rolling its eyes in bafflement. അങ്ങനെ മഹാരാജ പോയതിന് ശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹണ്ടേഴ്സ് ജസ്റ്റ് ഒന്ന് അടുത്ത് ചെന്ന് നോക്കി. അവർക്കൊരു വശപ്പിശക്. അവരൊന്ന് അടുത്ത് ചെന്ന് നോക്കിയപ്പം ടൈഗർ നമ്മുടെ സിനിമയിലൊക്കെ ജഗതിക്ക് തലക്കടി കിട്ടിയിട്ട് വീണിട്ട് പിന്നെ ജഗതിക്ക് എഴുന്നിട്ട് ഒരു നോട്ടം ഉണ്ടല്ലോ, അങ്ങനെ വട്ടം കറങ്ങിയിട്ടുള്ളൊരു നോട്ടം, കണ്ണൊക്കെ കറങ്ങിയിട്ടുള്ള നോട്ടം. അതേപോലെ ടൈഗർ ആകെ മൊത്തം നോക്കുകയാണെ കണ്ണുരുട്ടിയിട്ട് എല്ലാവരും ആ ഒരു കൺഫ്യൂഷൻ, ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് എന്നുള്ള മൂഡിലാണ് ടൈഗർ. The men realized that the tiger wasn't dead. Oh my God, the tiger wasn't dead. ചത്തിട്ടില്ല. The bullet had missed it. It had fainted from the shock of the bullet whizzling past. ബുള്ളറ്റ് ചീറിപ്പാഞ്ഞ ആ ഒരു ഷോക്കിൽ തല കറങ്ങി വീണതാണ് പാവം നമ്മുടെ ടൈഗർ. The hunters wondered what they should do. ഇനിയിപ്പോൾ അവർക്ക് ആകെ ടെൻഷനായി, എന്ത് ചെയ്യും? They decided that the Maharaja must not come to know that he had missed his target. If he did, they could lose their job. One of the hunters took aim from a distance of 1 foot and shot the tiger. This time he killed without missing his mark. അവസാനം ഇവരെ തീരുമാനിച്ചു. ഇവരെന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. മഹാരാജനെ അറിയിക്കണ്ടേ? പക്ഷെ അറിയിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കും? യെസ്, ഇവരുടെ ജോലി നഷ്ടപ്പെടും. അവസാനം അതിലൊരു ഹണ്ടർ എന്ത് ചെയ്തു? ജസ്റ്റ് നെക്സ്റ്റ് ഷൂട്ട് കൊടുത്തു നമ്മുടെ ടൈഗറിന്. ആ ഷൂട്ടിങ്ങിൽ ഒരു മിസ്സാവാതെ ആ പാവം ടൈഗർ വധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എക്സാക്ട്ലി ആരാണ് 100ാമത്തെ ടൈഗറിനെ വധിച്ചത്? മഹാരാജാവാണോ? അല്ല. അപ്പം മഹാരാജാവ് 100 ടൈഗറിനെ ഹണ്ട് ചെയ്തോ, കൊന്നു കളഞ്ഞോ? ഇല്ല. മഹാരാജാവ് എത്ര ടൈഗറിനെ കൊന്നു കളഞ്ഞത്? 99 എണ്ണം, 99. The 100th one was killed by another person, right? Yes, that's the point. Then, as commented by the king, that the dead tiger was taken in procession through the town and buried. A tomb was erected over it. അവസാനം ഈ പിന്നെ കിങ്ങിൻ്റെ ഓർഡർ പ്രകാരം ഇതിനെടുക്കുകയും പരേഡൊക്കെ നടത്തി പ്രദർശനമൊക്കെ ചെയ്ത് എല്ലാ സെറ്റപ്പ് ആക്കി അതിനെ ബറി ചെയ്തു. A few days later, the Maharaja's son's third birthday was celebrated. Until then, the Maharaja had given his entire mind over to tiger hunting. He had no time to spare for the crown prince. But now the king turned his attention to the child. He wished to give him some special gift on his birthday. He went to the shopping center in Pradhivantapuram and searched every shop but couldn't find anything suitable. Finally, he spotted a wooden tiger in a toy shop and decided it was the perfect gift. അങ്ങനെ
എല്ലാം സമാധാനപരമായി അവസാനിച്ചതിന് ശേഷം ആൾ റിലാക്സ്ഡായി ഫാമിലി കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു, കുട്ടിയുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു, എല്ലാ കാര്യങ്ങളും അതായത് ആൾ റിലാക്സ്ഡ് ആയില്ലേ മഹാരാജാവ്. ഓഫ് നമുക്കറിയാം ഹി വാസ് സോ ബിസി, ഐ മീൻ ആക്ച്വലി ഇറ്റ് വാസൻറ്റ് ബിസി, ലൈക്ക് ആള് മെൻ്റലി വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഇപ്പം എല്ലാം റിലാക്സ്ഡായി. അങ്ങനെ കുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആവുകയും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മഹാരാജാവ് ഈ രാജകുമാരൻ്റെ 3ാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ടോയ് ഷോപ്പിലെ പ്രതിബന്ധപുരത്തിലെ ഒരു ടോയ് ഷോപ്പിൽ ഒരു വുഡൻ ടൈഗർ, ഒരു ടോയ് ടൈഗർ ഇരിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, യെസ് ഇത് തന്നെയാണ് എൻ്റെ രാജകുമാരനുള്ള പെർഫെക്റ്റ് ഗിഫ്റ്റ്. The wooden tiger cost only 2 annas and a quarter, but the shopkeeper knew that if he quoted such a low price to Maharaja, he would be punished under the rule of emergency. So he said, Your Majesty, this is an extremely rare example of craftsmanship, a bargain at 300 rupees. അങ്ങനെ വെറും 2.25 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റ്. അതായത് അണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മളുടെ ഒരു വളരെ ലോവസ്റ്റ് റേറ്റ് ഓഫ് മണിയാണ് അത്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം നമുക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ, ഐ മീൻ നമ്മുടെ നാട്ടിൽ 50 പൈസയെ തോന്നുന്നു ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഓഫ് മണി, റൈറ്റ്? ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. എനിവേ, അപ്പോൾ വെറും 2 അണക്കുള്ള ഈ സാധനം, ഈ നമ്മുടെ ടോയിനെ ഈ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ അത്ര ചീപ്പാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു എമർജൻസി മേടിക്കാൻ വേണ്ടി പറയുകയാണെന്നൊക്കെ പേടിച്ചിട്ട് അയാൾ ഭയപ്പെട്ടിട്ട് അയാൾ എന്ത് കെട്ടി, നല്ല മാസ്റ്റർ ബ്രെയിനുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു. അതിനെ കുറച്ചും കൂടി നന്നായി പ്രോഡക്റ്റ് ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ട് ഇതൊരു എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ക്രാഫ്റ്റ് പീസാണെന്നൊക്കെ പറഞ്ഞ് അതിനെ കുറച്ചുകൂടി ലക്സൂറിയസ് ആക്കിയിട്ട് ആളതിനെ ഒരു 300 രൂപ അല്ലേ, 100 റുപ്പീസിൻ്റെ ബാർഗനിൽ സെറ്റാക്കി. വെരി ഗുഡ്, ലെറ്റ് ദിസ് ബി യുവർ ഓഫറിംഗ് ടു ദ ക്രൗൺ പ്രിൻസ് ഓൺ ഹിസ് ബർത്ത്ഡേ. മഹാരാജാവ് ആരാ മോൻ? അയ്യോ വെരി ഗുഡ്, അപ്പം നിന്റെ വക നമ്മുടെ രാജകുമാരൻ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് പോയി. സെഡ് ദ കിങ് ആൻഡ് ടുക്ക് ഇറ്റ് away with him. On that day, father and son played with that tiny little wooden tiger. It had been carved by an unskilled carpenter. Its surface was rough. Tiny slivers of wood stood up like quills over it. സോ കുറേ നേരം ഈ രാജാവും രാജകുമാരനും ആ ടോയ് കൊണ്ട് കളിക്കുകയും അങ്ങനെ അവർ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ബേസിക്കലി ആ ഒരു ടൈഗർ, ആ ടോയ് ടൈഗർ ഒരു അത്ര നല്ല സ്കില്ലായിട്ടുള്ള ഒരു ശില്പിയല്ല അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സർഫസ് എല്ലാം സ്മൂത്ത് ആയിരുന്നില്ല. ഈ നമ്മൾ കണ്ടിട്ടില്ല ചില മരക്കഷ്ണത്തിൻ്റെ അല്ലെങ്കിൽ ടോയ്സിലാണ് നമ്മൾ സാധാരണ കാണാറില്ല ഈ അത്ര മിനുസപ്പെടാത്ത നന്നായി പോളിഷ് ചെയ്യാത്ത പ്രതലത്ത് ഈ നാരുകൾ, മരത്തിൻ്റെ നാരുകൾ ഇങ്ങനെ നിൽക്കും. ഈ നാരുകൾ നമുക്ക് ഡേഞ്ചറാണ്, നമ്മുടെ കൈമ കുത്തിക്കയറാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അതേപോലത്തെ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ടോയ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ നാരുകളെല്ലാം ഈ വുഡിൻ്റെ നാരുകളെല്ലാം അങ്ങനെ മുള്ളു പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. One of those slivers pierced the Maharaja's right hand. He pulled it out with his left hand and continued to play with the prince. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ നാര്, നമ്മുടെ ഈ കുഞ്ഞു ടോയ് ടൈഗറിൻ്റെ മേലുള്ളൊരു ചെറിയ നാര് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുത്തുകയും അദ്ദേഹം അത് സിമ്പിളായിട്ട് വലിച്ചൂരിയിട്ട് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു കളി. ഓക്കെ, സാധാരണ കാര്യം അല്ലേ. The next day infection flared in the Maharaja's right hand. In 4 days it developed into separating sore which spread all over the arm. അങ്ങനെ നെക്സ്റ്റ് ഡേ അത് ഇൻഫെക്റ്റഡ് ആവുകയും 4 ദിവസം കൊണ്ട് കൈ മൊത്തം അങ്ങ് ഈ എന്താ പറയുക നല്ല പസ്സൊക്കെ വന്നിട്ടുള്ള പഴുത്തിട്ടുള്ള ഒരു വലിയ വ്രണമായി മാറുകയും ചെയ്തു. അത് ഭയങ്കര ബാഡ് കണ്ടീഷനിലായി മാറുകയും ചെയ്തു. 3 famous surgeons were brought in from Madras. After holding a consultation, they decided to operate. The operation took place. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി മദ്രാസിൽ നിന്ന് ഡോക്ടേഴ്സിനെ കൊണ്ടുവരികയും അവരെല്ലാം എക്സാമിൻ ചെയ്തതിന് ശേഷം അവർ തീരുമാനിച്ചു ഇത് ഹാസ് ടു ബി ഓപ്പറേറ്റഡ്, നമ്മളത് ഓപ്പറേഷൻ ചെയ്യുക തന്നെ വേണം. ഇത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. എന്തിൽ നിന്നാണ് കണ്ടത്? കുഞ്ഞു നാരിൽ നിന്ന് അല്ലേ. The 3 surgeons who performed it came out and of the theatre and announced that the operation was successful. The Maharaja is dead. അപ്പോൾ അവിടെ ഒരു സറ്റാരിക്കലി ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ. വളരെ മനോഹരമായിട്ട് നല്ല ഭാഷയിൽ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞത് ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ. ആൻഡ് ദ നെക്സ്റ്റ് സെൻറ്റൻസ് വാസ്
ദ മഹാരാജ ഈസ് ഡെഡ്, ബട്ട് ദ മഹാരാജ ഈസ് ഡെഡ്. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ്, പക്ഷെ യാതൊരുവിധ വ്യത്യാസം ഇല്ലാണ്ടായിരിക്കണം ആ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുക മഹാരാജ ഡെഡ്. ബിക്കോസ് നമുക്ക് മുന്നേ നമ്മൾ പാർട്ട് 1 സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കിംവദന്തി, ഇങ്ങനെ ഒരു കേട്ടുകേൾവിയുണ്ട്, ഈ മഹാരാജാവ് ഒരു ടൈഗറിനാൽ വധിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് എല്ലാവർക്കും അറിയില്ല, എല്ലാ ജനറേഷൻ അറിയാവുന്നത് കൊണ്ട് അവർ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ലാതെ തന്നെ പറഞ്ഞു ദ മഹാരാജ ഈസ് ഡെഡ്. ഇൻ ദിസ് മാനർ ദ 100th ടൈഗർ ടുക്ക് ഇറ്റ്സ് ഫൈനൽ റിവെഞ്ച് അപ്പോൺ ദ ടൈഗർ കിങ്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് ഈ രീതിയിൽ. അപ്പോൾ 100ാമത്തെ ടൈഗർ എന്ത് ടൈഗറായിരുന്നു? ഒരു ടോയ് ടൈഗറായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്, റിവെഞ്ച് എടുക്കുന്നത്. 100ാമത്തെ ടൈഗർ റിവെഞ്ച് എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഒരു മുള്ള് കുത്തി അത് പഴുത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റോറി എൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിയുടെ കുറേ സറ്റൈറിക്കലി നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് വളരെ ലൈറ്റായി പോയോ എന്നൊരു സംശയം എനിക്ക് പേഴ്സണലി ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അറിയിക്കണം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആൻഡ് ഫണ്ണി ആയിട്ടുള്ള സ്റ്റോറിയാണ്. ധാരാളം വായിക്കണം, 1, 2, 3 തവണ നിങ്ങൾ നിർബന്ധമായും വായിക്കണം. അതിനുശേഷം നിങ്ങൾ എഴുതണം. എന്താണോ മനസ്സിലായത് അത് ഇംഗ്ലീഷിൽ എഴുതണം. പ്ലീസ് ഡു ഇറ്റ്. അതർവൈസ് നിങ്ങൾ ഇത് കേട്ടതുകൊണ്ടോ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ അത്ര കാര്യമായിട്ടുള്ള ഉപകാരം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ എക്സാം എഴുതുമ്പോഴാണ് ഇതിൻ്റെ മാജിക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ആ മാജിക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം. വായിക്കുക, ഇംഗ്ലീഷിൽ എഴുതുക. ഡസൻ മാറ്റർ അത് തെറ്റുണ്ടോ ശരിയുണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, അതൊന്നും പ്രശ്നമില്ല. പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ, ഹിയറിംഗ് മീ. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.